നമസ്കാരം, ഞാൻ ദീപക്. UACarLoan.com സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി വാങ്ങിക്കാം. എവിടെ നിന്ന് വണ്ടി വാങ്ങിച്ചാലും നിങ്ങൾക്ക് 100% കാർ ലോൺ വേണമെങ്കിൽ അത് ലോൺ ചെയ്തു തരാൻ പറ്റും. അതുകൂടാതെ നിങ്ങളുടെ സെല്ലർക്ക് ഉടനടി ക്യാഷ് വേണമെങ്കിൽ അപ്പോൾ തന്നെ ക്യാഷ് കൊടുക്കാനും അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വണ്ടി വാങ്ങിച്ച് നിങ്ങളുടെ ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് 0 ഡൗൺ പേയ്മെൻറ്റിൽ നിന്ന് ബാങ്ക് വഴി ലോൺ ചെയ്തു തരുന്ന ഒരു സർവീസാണ് ഞങ്ങളുടെ. അപ്പോൾ ഈ സർവീസ് 10 ആളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി മാത്രം ചെയ്യുന്ന വീഡിയോയാണ്. അപ്പോൾ ഇത് 10 ആളുകൾ കാണുക, അതുവഴി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാർ ലോണിൻ്റെ പുറകിലുള്ള റോക്കറ്റ് സയൻസിനെ കുറിച്ച് ഞാൻ ഇന്ന് വിഭാജിക്കാൻ പോവുകയാണ്. അപ്പോൾ കാർ ലോൺ എന്തിനാണ്, ആർക്കൊക്കെ വേണം, അതെടുത്താലുള്ള ലാഭം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് അതിൻ്റെ പലിശ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ്. കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ഞാനിത് വളരെ ലഘൂകരിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് വലുതായി പോയി കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ട് വിചാരിക്കരുത്. സമയമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, മുഴുവനും കേട്ടാൽ മാത്രമേ മനസ്സിലാവൂ. കാറ് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആദ്യം വണ്ടി വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ചിലവുണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ ഒരാളുടെ ബേസിക് റിക്വയർമെൻ്റ് ആണ് ഒരു വണ്ടി വാങ്ങിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വണ്ടി വേണമെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ കരിയറിൻ്റെ ഭാഗമായിരിക്കാം, നമ്മുടെ ഫാമിലിനെ ഒന്ന് സുഖമായിട്ട് കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ വെയിലും മഴയും കൊള്ളാതെ ഒന്ന് കൊണ്ടു നടക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് മാത്രം, ചിലർക്ക് അത് മാത്രമായിരിക്കാം, അല്ലെ, ചില കരിയർ ഗ്രോത്ത് ആയിരിക്കാം. അപ്പോൾ വണ്ടി എന്നുള്ളത് ഒരു ബേസിക് റിക്വയർമെൻ്റ് ആണ്. പക്ഷേ അത് വാങ്ങണോ വേണ്ടോ എന്നുള്ളത് മുഴുവനും നിങ്ങൾക്ക് തീരുമാനിക്കാം. സാധാരണ രീതിയിൽ ലോണിലേക്കൊന്നും പോവാതെ ചെറിയ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉള്ള പൈസയ്ക്ക് ഒരു ചെറിയ വണ്ടി വാങ്ങിക്കാൻ നോക്കുക. അതായിരിക്കും എപ്പോഴും ലാഭം. പിന്നെ ഈ ചെറിയ വണ്ടി വാങ്ങിക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടിയായി പോവാം, അല്ലേ, അതിന് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാം, നമ്മൾ ഉദ്ദേശിക്കും പോലെ പെർഫോം, അതായത് നമുക്കുണ്ടാവുന്ന ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവുന്ന അഡീഷണൽ എക്സ്പെൻസസ് കൂടുതലാവാം. ഇങ്ങനത്തെ ഉള്ള കേസിലാണ് നമ്മൾ കാർ ലോണിലേക്ക് പോവുക. കാർ ലോണിലേക്ക് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 5 വർഷത്തെ ലോൺ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് 5 വർഷത്തെ ലോൺ എടുക്കാൻ, ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല കേട്ടോ. 5 വർഷത്തെ ലോൺ എന്തുകൊണ്ടാണ് എടുക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ജോലി നഷ്ടപ്പെട്ടു പോയേക്കാം, നമുക്ക് ജോലി മാറേണ്ടി വരാം. അങ്ങനത്തെ ഉള്ള സന്ദർഭങ്ങളിലൊന്നും നമ്മളുടെ EMI നമ്മളെ ബാധിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ 5 വർഷത്തേക്ക് നമ്മൾ ലോൺ എടുക്കാൻ പറയുന്നത്. പക്ഷെ 5 വർഷത്തേക്ക് ഒരു ലോൺ എടുത്താലും ഒരു കാരണവശാലും ഇത് 5 വർഷം തന്നെ കൊണ്ട് നടക്കാനും പാടില്ല. കഴിയുന്നതും പെട്ടെന്ന് ലാഭവും നഷ്ടവും നോക്കാതെ കഴിയുന്നതും പെട്ടെന്ന് ബാങ്കിലേക്കുള്ള പൈസ അടച്ചു തീർത്ത് വണ്ടി നമ്മുടെ സ്വന്തമാക്കാൻ ശ്രമിക്കുക. വണ്ടി കാർ ലോൺ ഉണ്ടെങ്കിലും വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പേര് തന്നെയായിരിക്കും. പക്ഷെ അതിൻ്റെ താഴെ ബാങ്കിൻ്റെ പേരും ഉണ്ടാകും. അതുകൊണ്ട് വിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് വേറെ എന്തെങ്കിലും വിക്രയങ്ങൾ ചെയ്യണമെങ്കിലോ ബാങ്കിൻ്റെ അനുവാദം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ്, അതായത് NOC അല്ലേ, ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലോൺ അടച്ചു തീർത്ത് വണ്ടി നമ്മളെ സ്വന്തമാക്കാൻ ശ്രമിക്കുക. വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മുടെ EMI വീണ്ടും പറയുമ്പോൾ EMIയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ EMI എപ്പോഴും കുറഞ്ഞിരിക്കണം. EMI കുറഞ്ഞിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം വർഷത്തേക്ക് കിട്ടുന്നത്, അതായത് ഒരു കാർ ലോണിൻ്റെ കേസിൽ നമുക്ക് മിനിമം ചെയ്യാൻ പറ്റുന്നത് 1 വർഷവും മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 5 വർഷമാണ്. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ 5 വർഷത്തെ ലോൺ കിട്ടുന്ന വണ്ടികൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് 2-3 വർഷം കൊണ്ട് അടച്ചു തീർക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻട്രസ്റ്റ്, ഇതിൻ്റെ പലിശ കാര്യങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ വണ്ടിയുടെ ചിലവ് കൂടാതെ അതിനകത്ത് വരുന്ന ഓൺ റോഡ് എക്സ്പെൻസസ്, അല്ലേ, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ, പാസിംഗ്, പ്രോസസിംഗ് ഫീ, ഇവാലുവേഷൻ, ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ ചിലവും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊരു വണ്ടി എടുത്താലും 10,000 രൂപയുടെ വണ്ടി എടുത്താലും 1,00,000 രൂപയുടെ വണ്ടി എടുത്താലും ഈ പറയുന്ന എമൗണ്ട് ഏകദേശം സെയിം ആയിരിക്കും. ഏകദേശം ഒരു 500-1000 രൂപയുടെ വ്യത്യാസം, അല്ലെങ്കിൽ 1000-2000 ഇടയ്ക്കുള്ള എമൗണ്ടിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇൻഷുറൻസിനും പ്രോസസിംഗ് ഫീക്കും വരുന്ന വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 10,000 രൂപയുടെ വണ്ടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഓട്ടോ ലോണിലേക്ക് പോകാതിരിക്കുക. കാരണം ഇന്നത്തെ വരുന്ന ഈ അഡീഷണൽ എക്സ്പെൻസസ് ബാങ്കിൻ്റെ പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ ഒരല്പം കൂടുതലായിരിക്കും. വീണ്ടും 5 വർഷത്തെ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി 3000-നും, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് 2024 അപ്പോൾ ഈ വർഷമാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ 2015 തൊട്ടിട്ടുള്ള വണ്ടികൾക്കാണ് നമ്മൾ ലോൺ ചെയ്യാൻ പറ്റുക. പക്ഷെ 15 വണ്ടിക്ക് നമുക്ക് 1 വർഷം ലോൺ കിട്ടുള്ളൂ, 16 വണ്ടിക്ക് 2 വർഷം, 17 വണ്ടിക്ക് 3 വർഷം, 18 വണ്ടിക്ക് 4 വർഷം, 19 വണ്ടിക്ക് 5 വർഷം. ഇങ്ങനെയാണ് ലോണിൻ്റെ പീരീഡ് പോവുക.
അപ്പോൾ 2019 വണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത് 5 വർഷത്തേക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 10,000 രൂപയാണ് ലോൺ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ് കേട്ടോ. 10,000 രൂപയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മളുടെ ഒരു മാസത്തെ അടവ്, അതായത് 5 വർഷത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 1000 രൂപയ്ക്ക് അടുത്തുള്ള ഒരടവ് വരുന്നു. ശരിയല്ലേ? ഈ വണ്ടി തന്നെ ഈ 10,000 രൂപ നമ്മൾ 50,000 രൂപയുടെ വണ്ടി എടുത്താലും 1000 രൂപ 2019 5 വർഷത്തേക്ക് നമ്മൾ ലോൺ ചെയ്യുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് അടുത്തുള്ള അടവേ വരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികം പൈസ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും മാക്സിമം ടൈമിലേക്ക് പോകാൻ ശ്രമിക്കുക. ഈ 10,000 രൂപയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു വർഷത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ 1000 രൂപയും, 5 വർഷത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം 200 രൂപ EMI ആയിരിക്കും വരിക. അപ്പോൾ 1000 രൂപ അടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് അത് വെച്ചെടുക്കുക, അല്ലാത്ത ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ EMIയിലേക്ക് പോവുക, മാക്സിമം കൂടുതലുള്ള വണ്ടികൾ നോക്കുക. ഞാൻ ഇതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞുതരാം. ഒരു പേനയും പേപ്പറും എടുത്തു വച്ചിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എടുക്കുന്ന എമൗണ്ട് 30,000 ആണ് എന്ന് വിചാരിക്കുക. അതായത് 30,000 ആണ് നമ്മൾ ലോൺ എടുക്കാൻ പോകുന്ന എമൗണ്ട് എന്ന് വിചാരിക്കുക. ഇത് 5 വർഷത്തേക്കാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസം, അങ്ങനെ 5 വർഷം എന്ന് പറയുന്നത് 60 മാസം. ശരിയല്ലേ? അപ്പോൾ 30,000 ഡിവൈഡ് ബൈ 60, ഇതാണ് എൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ നമ്മളുടെ EMI ആയിട്ട് വരുന്നത് 500 രൂപയായിരിക്കും. ഈ 500 രൂപ എന്ന് പറയുന്നത് എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടാണ്. അതായത് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് 30,000 രൂപ വാങ്ങിച്ചു. ആ 30,000 രൂപ നമ്മൾ എന്തായാലും അയാൾക്ക് തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ ആ 30,000 രൂപയ്ക്ക് വരുന്ന ഈക്വലൻ്റ് വരുന്ന പൈസ ആയിരിക്കും 500 രൂപ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ 500 രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ സമ്മതിക്കുമോ? സ്വാഭാവികമായിട്ടും ഇല്ല. അയാൾക്ക് അതിൻ്റെ ഒരു ലാഭം കിട്ടണം. ഇസ്ലാമിക് ബാങ്കുകൾ ഇതിനെ പ്രോഫിറ്റ് എന്ന പേരിൽ വിളിക്കുന്നു, മറ്റുള്ള ബാങ്കുകൾ ഇതിനെ പലിശ എന്നുള്ള പേരിൽ വിളിക്കുന്നു. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും കണക്ക് കൂട്ടാം. ചില ആൾക്കാരെ നമ്മൾ വിളിക്കാറുണ്ട്, പലിശ ഇല്ലാതെ കാർ ലോൺ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും, പ്രോഫിറ്റ് റേറ്റ് കിട്ടും. അത് ആ പറയുന്ന ടൈമിൻ്റെ വ്യത്യാസം മാത്രമാണ്. കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ 500 രൂപയാണ് നമുക്കൊരു മാസം വരുന്ന EMI അല്ലേ? 30,000 ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോൾ 500 രൂപ. ഇനി ഇതിൻ്റെ പലിശ വീണ്ടും 3.5 തൊട്ടിട്ട് അല്ലെങ്കിൽ 2.25 എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും സാധാരണക്കാർക്കൊന്നും കിട്ടാറില്ല. ഇതൊക്കെ ഹൈ ഫാമിലി ആൾക്കാർക്ക്, അതായത് ഹൈ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടാണ്. നമ്മളപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം കണക്കൂട്ടാം. 3.5 തൊട്ടിട്ട് 6.5 വരെയാണ് എൻ്റെ റേറ്റ് വരിക. ഞാനിപ്പോൾ ഏകദേശം ഒരു 5% കണക്കിട്ട് കൂട്ടി തരാം. അപ്പോൾ ഈ 5% ഞാൻ കണക്ക് കൂട്ടിയെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് 5 ആയിക്കണം നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് 3.5 ആവാം, 2.5 ആവാം, 6.5 ആവാം. അപ്പോൾ 500 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 100, 25 രൂപ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയേക്കുന്നത് 500 രൂപയും ഇപ്പം കിട്ടിയേക്കുന്നത് 25 രൂപയും. 25 രൂപ എന്ന് പറയുന്നത് ഒരു വർഷത്തെ പലിശയാണ്. ക്ലിയർ ആണല്ലോ? നമ്മളിത് 5 വർഷത്തേക്ക് ആക്കുമ്പോൾ ഏകദേശം വരുന്നത് 125 രൂപ. അപ്പോൾ 500 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടും പിന്നെ വരുന്ന 125 രൂപ പലിശയായിട്ട് വരുന്നത് പൈസ, അല്ലെങ്കിൽ ബാങ്കിൻ്റെ പ്രോഫിറ്റായിട്ട് വരുന്ന പൈസ, രണ്ടും കൂടി കൂട്ടിയിട്ട് 500 പ്ലസ് 125 എന്ന് പറയുമ്പോൾ 625 രൂപ. 625 രൂപയായിരിക്കും നിങ്ങളുടെ പലിശ ചേർത്തിട്ടുള്ള ലോൺ എമൗണ്ട്. ക്ലിയർ ആണോ? ഇനി ഈ 625 ഇനി എത്ര സംഭവം കൂടി പറയാം കേട്ടോ. 625 ഇൻറ്റു 60, 37,500 രൂപ. അപ്പോൾ ഒരു 7,500 രൂപ കൂടുതൽ കൊടുക്കണം ഞാൻ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കും. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല. നിങ്ങളോട്ട് വണ്ടി വാങ്ങിക്കലുണ്ടാവില്ല, നിങ്ങൾ വഴി ഞങ്ങൾക്കൊരു കച്ചവടം കിട്ടലുണ്ടാവില്ല, നിങ്ങളുടെ കാര്യങ്ങളോട്ട് നടക്കുകയില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതായാലും 30,000 രൂപ എടുക്കാൻ ഇപ്പം നമ്മുടെ കയ്യിലില്ലല്ലോ. ഈ 30,000 രൂപ ഞാൻ എടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് എനിക്ക് ഒരു മാസത്തെ പലിശയായിട്ട് വരുന്നത് 125 രൂപയേ ഉള്ളൂ എന്ന് ഓർത്ത് സമാധാനിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇത് അടച്ചു തീർത്ത് ഈ വണ്ടി നമ്മൾ സ്വന്തമാക്കുക. ഇതിനകത്ത് ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 വർഷം കൊണ്ട് ലോൺ അടച്ചെങ്കിലും അടച്ച് തീർത്തിട്ട് നമുക്ക് ലാഭനഷ്ടം നോക്കാം, നമ്മൾ അടച്ച് തീർത്തിട്ട് ഈ വണ്ടി വിറ്റാലും ഒരു ചെറിയൊരു പൈസ കഴിഞ്ഞിട്ട് ബാലൻസ് പൈസ നമ്മുടെ ലാഭമായിട്ട് കിട്ടും. അത് ബോണസായിട്ട് മാത്രം സംഘടിപ്പിക്കുക. അതായത് നമ്മളിപ്പോൾ ഏതായാലും 30,000 രൂപ എടുക്കാനില്ലല്ലോ, ഉണ്ടെങ്കിലും നമ്മൾ അത്രയും എടുത്ത് നമ്മൾ ചിലവാക്കുന്നില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള മറ്റുള്ള ബാങ്കിൻ്റെയോ ബാക്കിയുള്ള കാര്യങ്ങളോ ബുദ്ധിമുട്ടോ നോക്കാതെ ഈ പറഞ്ഞ് പൈസയും കൂടി ചേർത്ത് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങൾക്ക് ഇതുപോലെ കാർ ലോൺ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഞങ്ങളോട് സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കൂ നിങ്ങൾക്കിത് ലാഭകരമാണോ അല്ലയോ എന്ന്. സ്വാഭാവികമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ചെറിയ കമ്മീഷൻ, ഒരു 2% കരുതി ഞങ്ങൾക്ക് ചെറിയ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ വിൽക്കുന്ന ആൾക്ക് ക്യാഷ് കൊടുക്കുക, നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടിച്ച് ക്ലിയർ ചെയ്യുക, അങ്ങനെയുള്ള കേസിൽ അതിനേക്കാളും കൂടുതൽ ലാഭം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. നിങ്ങൾ ഡീലറുടെ അടുത്ത് പോയി ചെല്ലുമ്പോൾ അവർ അവരുടെ ക്യാഷ് പറഞ്ഞ് സംസാരിച്ച് മാക്സിമം ഡിസ്കൗണ്ട് വാങ്ങിക്കാം. ഒരു ഇൻഡിവിജ്വൽ ഡീലറുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു ഇൻഡിവിജ്വൽ സെല്ലറുടെ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ലാഭം, കാര്യങ്ങൾ, അങ്ങനെ എല്ലാം നോക്കിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. മുഴുവനും ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോൾ. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്ത ഏതാനും ദിവസങ്ങളിലുള്ളിൽ ഇടാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ബൈ.